2014 റിലീസ് ചെയ്ത ഓസ്ട്രിയൻ ഹൊറർ സൈക്കോളജിക്കൽ ചിത്രമാണ് ഗുഡ് നൈറ്റ് മമ്മി. ജർമ്മൻ ഭാഷയിലുള്ള ചിത്രം ഇറ്റ്സെ എന്നാണ് അറിയപ്പെടുന്നത്, അതായത് ഐ സി എന്ന പേരിൽ. ഇംഗ്ലീഷ് സബ്ടൈറ്റിലോ എംസോണിലെ മലയാളം സബ്ടൈറ്റിലോ ഉപയോഗിച്ച് കാണാവുന്നതാണ്. സിനിമയുടെ മുഴുവൻ കഥയും കഥയിൽ ഒളിച്ചിരിക്കുന്ന ചില തിയറീസുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീടിനടുത്തുള്ള കാട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഏലിയാസ്, ലൂക്കാസ് എന്നു പേരുള്ള രണ്ട് ഇരട്ടക്കുട്ടികളിൽ നിന്നുമാണ് ചിത്രം ആരംഭിക്കുന്നത്. അവരുടെ അമ്മ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. അവരുടെ മുഖം മുഴുവനായിട്ടും ബാൻഡേജ് കൊണ്ട് ചുറ്റിയിട്ടുണ്ട്. അവരുടെ കണ്ണും മുഖവും മാത്രമാണ് പുറത്തു കാണാൻ സാധിക്കുക. അവരുടെ അമ്മ മേരി ക്രിസ്റ്റീൻ മെറ്റ്ലർ ഒരു ഓസ്ട്രിയൻ ടെലിവിഷൻ ആങ്കറാണ്. മക്കൾ അമ്മയെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന രംഗത്ത് അവർ അടിച്ചു വെച്ചിരിക്കുന്ന പേരാണത്. കഥാപാത്രത്തിന്റെ പേരെന്താണെന്ന് സിനിമയിൽ എവിടെയും തന്നെ വ്യക്തമാക്കുന്നില്ല. ഏലിയാസിന്റെയും ലൂക്കാസിന്റെയും യഥാർത്ഥ പേര് തന്നെയാണ് കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതും. അധികം ആരും വരാത്ത ലേക്ക് സൈഡിലുള്ള ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അമ്മയെ ഈ രൂപത്തിൽ കാണുമ്പോൾ രണ്ടുപേരും പരിഭ്രമിക്കുകയാണ്. അവർക്ക് അമ്മയുടെ പെരുമാറ്റത്തിലും ചില സംശയങ്ങൾ തോന്നുന്നു. അമ്മ എപ്പോഴും ഏലിയാസിനോട് മാത്രമാണ് സംസാരിക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും. ലൂക്കാസിനെ എപ്പോഴും ഇഗ്നോർ ചെയ്യുമായിരുന്നു, ലൂക്കാസിനോട് ഒരു ദേഷ്യമുള്ളതുപോലെ. മേരി എപ്പോഴും വീടിന്റെ ജനവാതിലുകളും വാതിലുകളും അടച്ചു വെക്കുമായിരുന്നു. വീട്ടിനകത്ത് ശബ്ദമുണ്ടാക്കി കളിക്കാൻ പോലും മക്കളെ അവർ വിട്ടിരുന്നില്ല. കളിക്കണമെങ്കിൽ വീടിന് പുറത്തേക്ക് പോകാൻ വേണ്ടി എപ്പോഴും പറയുമായിരുന്നു. വീട്ടിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടാക്കുന്നതിന് മേരി ഏലിയാസിനോട് ദേഷ്യപ്പെടുന്നു. രോഷാകുലയായ അവൾ എലിയാസിനെ അടിക്കുകയും ലൂക്കസിനോട് ഇനി സംസാരിക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നു. അമ്മയുടെ ഈ വിചിത്രമായ പെരുമാറ്റം കണ്ടുകൊണ്ട് ആ ബാൻഡേജിനകത്തുള്ള സ്ത്രീ തങ്ങളുടെ അമ്മ തന്നെയാണോ എന്ന് അവർക്ക് സംശയം തോന്നുകയാണ്. അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. അവരുടെ അമ്മ ഫേമസ് ആയ ഒരു ആങ്കർ കൂടിയാണ്. അവർ മേരി ക്രിസ്റ്റീന മെറ്റ്ലർ എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്. ചിലപ്പോൾ അതായിരിക്കാം അവരുടെ അമ്മയുടെ പേര്. മറ്റൊരു സൈറ്റിൽ അവരുടെ വീട് വിൽക്കാൻ വേണ്ടി ഒരു പരസ്യം നൽകിയിരിക്കുന്നതും കാണാം. അവരുടെ സംശയങ്ങൾ ശരിയാണെന്ന് തോന്നും വിധം അവർക്ക് അവരുടെ അമ്മയുടെ ഒരു ഫോട്ടോ ലഭിക്കുന്നു. മേരിയും അതുപോലെ തന്നെ തോന്നുന്ന ഒരു സ്ത്രീയും കൂടി ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോയാണത്. അവരുടെ വസ്ത്രങ്ങൾ പോലും ഒരുപോലെയായിരുന്നു. എലിയാസിനോട് മോശമായി പെരുമാറിയതിൽ മേരിക്ക് പശ്ചാത്താപം തോന്നുന്നു. എലിയാസിനോട് പഴയതുപോലെ നല്ല രീതിയിൽ പെരുമാറാമെന്ന് അവൾ തീരുമാനിക്കുന്നു. എലിയാസിന് ഒരു ബൂമറാങ് അവൾ സമ്മാനമായി നൽകുന്നു. അതുകൊണ്ട് കളിക്കുന്നതിനു പകരം അവർ പുറത്തേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓടി അവർ ഒരു പ്രീസ്റ്റിന്റെ അടുത്തെത്തുന്നു. ആ പള്ളിയിലച്ചനുമൊത്ത് അവർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പോഴും എല്ലാവരും സംസാരിക്കുന്നത് എലിയാസിനോട് മാത്രമാണ്. എന്താണ് പ്രശ്നമെന്ന് പ്രീസ്റ്റ് മേരിയോട് ചോദിക്കുമ്പോൾ ആ ആക്സിഡന്റും സപ്രഷനും തനിക്കിപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് മേരി പറയുന്നത്. പിറ്റേന്നുണരുമ്പോൾ മേരിയുടെ രണ്ട് കൈയും കെട്ടിവെച്ചിരിക്കുന്ന രീതിയിലായിരുന്നു. അത് തങ്ങളുടെ അമ്മയല്ല എന്ന സംശയത്തിൽ എലിയാസും ലൂക്കാസും മേരിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും ചേർന്ന് മേരിയെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. തങ്ങളുടെ അമ്മ എവിടെയെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ തന്നെയാണ് നിങ്ങളുടെ അമ്മ എന്നാണ് മേരി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വീട്ടിലേക്ക് രണ്ട് റെഡ് ക്രോസ് പ്രവർത്തകർ ഡൊണേഷൻ വാങ്ങാൻ വരുമ്പോൾ അവർ രണ്ടുപേരും അമ്മയുടെ വായിൽ ടേപ്പ് ഒട്ടിച്ചു വെക്കുന്നു. റെഡ് ക്രോസ് പ്രവർത്തകരും സംസാരിക്കുന്നത് എലിയാസിനോട് മാത്രമാണ്. അമ്മയുടെ പേഴ്സിൽ നിന്നും പണമെടുത്തുകൊണ്ട് എലിയാസ് അവരെ പിരിച്ചുവിടുന്നു. വളരെ കഷ്ടപ്പെട്ട് ആ ടേപ്പ് മാറ്റി മേരി സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നു. അപ്പോഴേക്കും റെഡ് ക്രോസ് പ്രവർത്തകർ വീട് വിട്ടു പോയിരുന്നു. പിന്നീട് അവർ രണ്ടുപേരും ചേർന്ന് അമ്മയുടെ ചുണ്ടു രണ്ടും സൂപ്പർ ഗ്ലൂ ഒഴിച്ച് ഒട്ടിച്ചു കളയുന്നു. ഇതെല്ലാം ചെയ്യുന്നത് എലിയാസ് മാത്രമാണ്. ലൂക്കാസ് എപ്പോഴും അവിടെ നിന്ന് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. രാത്രിയാകുമ്പോൾ അമ്മയ്ക്ക് വിശക്കുമെന്ന് മനസ്സിലാക്കി അവർ ഒട്ടിച്ചുവെച്ച അമ്മയുടെ ചുണ്ടുകൾ കത്രിക ഉപയോഗിച്ചുകൊണ്ട് മുറിച്ചു മാറ്റുന്നു. മുഖം മുഴുവൻ രക്തമൊഴുകുകയാണിപ്പോൾ. കരഞ്ഞുകൊണ്ട് തന്നെ തുറന്നുവിടാൻ മേരി പറയുമ്പോൾ എലിയാസ് അവളുടെ കെട്ടയക്കുന്നു. മേരി ആദ്യമേ വീടിന്റെ എല്ലാ ജനലുകളും വാതിലുകളും അടച്ചു വെച്ചിരുന്നു. ആകെ തുറന്നിരിക്കുന്ന ഒരു വാതിലിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ താഴെ കെട്ടിവെച്ചിരിക്കുന്ന വയറിൽ തട്ടി വീണ് അവളുടെ ബോധം നഷ്ടപ്പെടുന്നു. ഉണരുമ്പോൾ അവളെ ഒരു തറയിൽ കിടത്തിയിരിക്കുകയാണ്, ചുറ്റും മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ട്. എലിയാസ് ഇപ്പോൾ അവളുടെ കണ്ണുകളിലും സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. വീണ്ടും തങ്ങളുടെ അമ്മ എവിടെയാണെന്നാണ് എലിയാസും ലൂക്കാസും ചോദിക്കുന്നത്. ഞാൻ തന്നെയാണ് നിങ്ങളുടെ അമ്മയെന്ന് മേരി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ലൂക്കാസ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ സമ്മതിക്കാമെന്ന് എലിയാസ് പറയുന്നു. അവിടെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് പുറത്തു വരുന്നത്. സിനിമയുടെ ആദ്യം മുതൽ തന്നെ ലൂക്കാസിനെ മേരി കാണുന്നുണ്ടായിരുന്നില്ല. കാരണം സിനിമയുടെ ആദ്യത്തിൽ തന്നെ ലൂക്കാസ് കൊല്ലപ്പെട്ടിരുന്നു. എലിയാസിന്റെ ചിന്തകളിൽ മാത്രമാണ് ലൂക്കാസിനെ കാണുന്നത്.
കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ തിയറിയിൽ പറയാം. പിന്നീട് ഏലിയാസ് വീട് മുഴുവൻ തീ വെക്കുന്നു. മേരിയും ആ തീയിൽ വെന്തു മരിക്കുന്നു. തീയണക്കാൻ വേണ്ടി ഫയർഫോഴ്സ് വരുമ്പോൾ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാത്ത മേരി അടുത്തുള്ള പാടത്തേക്ക് നടന്നു നീങ്ങുകയും അവിടെ അവളുടെ 2 മക്കളും അവളെ സ്വീകരിക്കുകയും ഒരു പാട്ട് പാടുകയും ചെയ്യുന്നു. ചിത്രം അവസാനിക്കുന്നു. എന്താണ് സിനിമയിൽ സംഭവിച്ചതെന്നറിയാൻ സ്റ്റോറി ലൈനിൽ ഡീറ്റെയിൽ എക്സ്പ്ലനേഷന് വേണ്ടി ഒഴിവാക്കപ്പെട്ട ചില രംഗങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈ സിനിമയുടെ ബേസിക് കഥ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ ആദ്യത്തിൽ തന്നെ ലൂക്കാസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണക്കാരൻ ഏലിയാസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏലിയാസിന് 2 തരത്തിലുള്ള മാനസിക രോഗങ്ങൾ പിടിപെടുന്നു. ഒന്നാമത്തേത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന രോഗമാണ്. രണ്ടാമത്തേത് കാപ്ഗ്രാസ് ഡെല്യൂഷൻ. ഈ 2 രോഗങ്ങൾ ഇല്യാസിന്റെ മനസ്സിൽ കാണിക്കുന്ന കാര്യങ്ങളും ചിന്തകളും ഡെല്യൂഷനുമാണ് നാം കാണുന്നത്. സിനിമ മുഴുവൻ ഇലിയാസിന്റെ ഭാഗത്തു നിന്നുമാണ് കാണേണ്ടത്. ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ബാധിച്ച അയാൾക്ക് മാനസികമായി ഏറ്റവും അടുപ്പമുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അയാളുടെ മരണം അംഗീകരിക്കാൻ സാധിക്കില്ല. അയാളെ എപ്പോഴും തൻ്റെ കൂടെ തന്നെ കാണുകയും അയാളായി മാറിയും രോഗി ജീവിക്കുകയും ചെയ്യും. അതായത് സിനിമയിൽ എലിയാസിന് ലൂക്കാസിനെ കാണുകയും ലൂക്കാസിന്റെ പാർട്ട് എലിയാസ് പ്ലേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എലിയാസിന് മാത്രമാണ് ലൂക്കാസിനെ കാണാനും സാധിക്കുന്നത്. ഇത് എലിയാസിന്റെ ഈ രോഗാവസ്ഥയാണ് കാണിക്കുന്നത്. കാപ്ഗ്രാസ് ഡെല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുപ്പമുള്ള ആളെ ഏറ്റവും അജ്ഞാതനായി തോന്നുകയാണ്. ഈ കാണുന്ന ആൾ യഥാർത്ഥത്തിലുള്ള ആളല്ല എന്നും ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുകയാണെന്നുമുള്ള ഒരു തോന്നലാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെയാണ് ചിത്രത്തിൽ ഏലിയാസിന് തൻ്റെ അമ്മ മറ്റൊരാളാണെന്ന് എപ്പോഴും തോന്നുന്നത്. സിനിമ ആരംഭിക്കുമ്പോൾ കാണിക്കുന്ന രംഗങ്ങളിൽ ഏലിയാസും ലൂക്കാസും ഒരുമിച്ച് കളിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന സീനിൽ ഒരു തടാകത്തിൽ എലിയാസിനെ മാത്രം കാണിക്കുന്നു. അവിടെ ലൂക്കാസിനെ കാണിക്കുന്നില്ല. എലിയാസ് 20 വരെ എണ്ണുന്നതും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തടാകത്തിലെ വെള്ളത്തിൽ കുമിളകൾ പൊങ്ങി വരുന്നതും കാണാം, സാധാരണ ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോഴുണ്ടാകുന്നത് പോലെ. ഈ സീൻ വ്യക്തമാക്കുന്നത് അതുപോലെയുള്ളൊരു ആക്സിഡന്റിൽ ആയിരിക്കാം ലൂക്കാസ് കൊല്ലപ്പെട്ടതെന്നാണ്. സിനിമയിലെ മുഴുവൻ രംഗങ്ങളിലും എല്ലാവരും നേരിട്ട് സംസാരിക്കുന്നത് എലിയാസിനോട് മാത്രമാണ്. എലിയാസ് മാത്രമാണ് ജീവിച്ചിരിക്കുന്ന ആൾ. മറ്റൊരു സീനിൽ അവർ ബ്രഷ് ചെയ്യുന്നത് ഒരൊറ്റ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടാണ്. സാധാരണഗതിയിൽ 2 പേർ ഒരു ബ്രഷ് ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ജീവിച്ചിരിക്കുന്നത് എലിയാസ് മാത്രമാണെന്നും ലൂക്കാസ് എലിയാസിന്റെ മനസ്സിലെ ഒരു സൃഷ്ടി മാത്രമാണെന്നും. എലിയാസ് പ്രീസ്റ്റുമായി സംസാരിക്കുന്നതും പ്രീസ്റ്റുമായി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും പ്രീസ്റ്റ് എപ്പോഴും എലിയാസിനെ മാത്രമാണ് നോക്കുന്നത്. കാറിൽ നമുക്ക് വ്യക്തമായി കാണാം എലിയാസിന്റെ സൈഡിലേക്ക് മാത്രമാണ് കാണിക്കുന്നതും. പ്രീസ്റ്റിനോട് സംസാരിക്കുന്നതിനിടയിൽ സെപ്പറേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് മേരി തൻ്റെ ഹസ്ബൻഡുമായി സെപ്പറേറ്റ് ചെയ്തിരിക്കാം എന്നാണ് ആ സീൻ വ്യക്തമാക്കുന്നത്. അതായത് ഒരു ഡിവോഴ്സോ മറ്റോ ചെയ്തതിൻ്റെ ഒരു ആഘാതം മേരിക്കുണ്ട്. കീടങ്ങൾ പെരുകുന്നതും വായിൽ കൂടി കീടങ്ങൾ വരുന്നതും കീടങ്ങളുടെ രംഗങ്ങളും കാട്ടിലേക്ക് ന്യൂഡായിക്കൊണ്ട് ഓടുന്ന രംഗങ്ങളുമെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം എലിയാസ് കണ്ണു തുറക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അവയെല്ലാം എലിയാസ് തൻ്റെ മനസ്സിൽ കാണുന്ന സംഭവങ്ങൾ മാത്രമാണ്. മേരിയുടെ സർജറിയെക്കുറിച്ച് പറയുമ്പോൾ മേരിയുടെ പഴയ കാലത്തെ ചിത്രങ്ങൾ കാണിക്കുകയും അതിൽ മുഖത്ത് ചില മാർക്കുകൾ രേഖപ്പെടുത്തിയതും കാണാം. അതിൽ നിന്നും വ്യക്തമാവുന്നത് തൻ്റെ മുഖത്തുള്ള പാടുകൾ മയക്കാൻ വേണ്ടിയോ മറ്റോ ചെയ്ത ഒരു സാധാരണ പ്ലാസ്റ്റിക് സർജറി മാത്രമാണെന്ന് മനസ്സിലാക്കാം. മേരിയെപ്പോലെ മറ്റൊരു സ്ത്രീയെ കാണിക്കുന്ന ആ ഫോട്ടോ ഉണ്ട്. അതിൽ നിന്നും നമുക്ക് മറ്റൊരു തിയറിയിലേക്ക് വേണമെങ്കിൽ എത്താവുന്നതാണ്. ഒരു കാർ ആക്സിഡന്റിലോ മറ്റോ മേരിയും അതുപോലെ തന്നെ ലൂക്കാസും മരണപ്പെടുന്നു. അതിനുശേഷം ആശുപത്രിയിലുള്ള ഏലിയാസിനെ പരിചരിക്കാൻ വേണ്ടി വരുന്നത് ഈ കാണുന്ന മേരിയുടെ ടിൻ സിസ്റ്റർ ആയിരിക്കാം. ആ മുഖം കണ്ടുകൊണ്ട് എലിയാസിന് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ഇത്. ആ വീട്ടിൽ നടന്ന പല സംഭവങ്ങളും അവരെ അലട്ടുന്നുണ്ടായിരിക്കാം. ആ വീട് വിറ്റുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നല്ലൊരു ജീവിതം തുടരാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം വീട് വിൽക്കാൻ വേണ്ടിയുള്ള പരസ്യം സൈറ്റിൽ വെച്ചത്. വീട്ടിലേക്ക് ഒരു വർഷത്തേക്കുള്ള ഭക്ഷണം വാങ്ങിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം എലിയാസിൻ്റെ മാനസികാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ. ലൂക്കാസിന്റെ മരണകാരണം വീട്ടിലാകെ തീ പിടിച്ചതുകൊണ്ടായിരിക്കാം എന്നുമുള്ളൊരു തിയറിയുണ്ട്. സിനിമയിലെ പല സന്ദർഭങ്ങളിലും തീ കത്തുന്നതായി കാണിക്കുന്നുണ്ട്. അവസാനമായി വീട് മുഴുവൻ തീയിടുന്നതും പാടത്ത് തീ കത്തുന്നത് കാണിക്കുന്ന രംഗവുമുണ്ട്. അതുപോലെ തന്നെ എലിയാസിന്റെ കയ്യിൽ ഒരു ലൈറ്റർ കാണുമ്പോൾ അമ്മ എലിയാസിനോട് ദേഷ്യപ്പെടുന്നതും കാണിക്കുന്നുണ്ട്. അവരുടെ വളർത്തുപൂച്ചയെ എലിയാസ് കൊല്ലുന്നത് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണോ കൊന്നത് അതുപോലെ തന്നെയായിരിക്കാം ചിലപ്പോൾ ലൂക്കാസിന്റെ മരണമെന്നും ഒരു തിയറിയുണ്ട്. മേരിയെക്കുറിച്ച് പ്രേക്ഷകർക്കും ചില ഡൗട്ടുണ്ടാക്കുന്ന പല സംഭവങ്ങളും സിനിമയിലുണ്ട്. അവയിൽപ്പെട്ടതാണ് മേരിയെ ടോർച്ചർ ചെയ്യുന്ന സമയത്ത് അവർ കാണിക്കുന്ന ഒരു വീഡിയോയിൽ മേരിയുടെ കണ്ണുകൾ ബ്രൗൺ നിറത്തിലുള്ളതാണ്. പക്ഷെ ഇപ്പോൾ കാണിക്കുന്ന മേരിയുടെ കണ്ണുകൾ ബ്രൗൺ നിറത്തിലല്ല. താൻ ഒരു ലെൻസ് വെച്ചതാണെന്നാണ് മേരി പറയുന്നത്. പക്ഷേ ആ ലെൻസ് അവിടെ എവിടെയും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നുമില്ല.
ലൂക്കാസിൻ്റെ ഫേവറേറ്റ് സോങ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് പറയാനും അവൾക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ മക്കളെ നോക്കുന്ന കാര്യത്തിലും അത്ര ശ്രദ്ധ കാണിക്കുന്നുമില്ല. മേരി മുഖത്ത് പാടുകൾ വരച്ചു വെക്കുന്നത് കുട്ടികൾക്കുള്ള സംശയം കൂടുതലാവാതിരിക്കാൻ വേണ്ടിയായിരിക്കാം. മറ്റൊരു തിയറി വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും തന്നെ ഏലിയാസിന്റെ മനസ്സിനുള്ളിൽ കാണുന്നത് മാത്രമായിരിക്കാം. ഏലിയാസ് ഇപ്പോഴും ചികിത്സയിലായിരിക്കാം. ആശുപത്രിയിൽ കിടന്നുകൊണ്ട് അവൻ കാണുന്ന കാര്യങ്ങളെയാണ് നാം സിനിമയായി കാണുന്നതെന്നും ഒരു തിയറി ഉണ്ട്. ഏറ്റവും വിശ്വസനീയമായ തിയറി, മേരി ഡിവോഴ്സ് കഴിഞ്ഞു വരികയാണ്. അതിന്റെ ഒരു ഡിപ്രഷനിലാണ് മേരി ജീവിക്കുന്നത്. വെള്ളത്തിൽ മുങ്ങിക്കൊണ്ട് ലൂക്കാസ് മരിച്ചു പോവുകയും ചെയ്യുന്നു. ഏലിയാസിന്റെ മനസ്സിന്റെ നില തെറ്റുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും ഏലിയാസ് തന്റെ മനസ്സിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ സംഭവങ്ങൾക്കെല്ലാം മുമ്പ് തന്നെ മേരി പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ടാവാം. അങ്ങനെ അതിനുശേഷം തൻ്റെ മുഖത്തിലുള്ള പാടുകൾ മാറ്റാൻ വേണ്ടി അവൾ നടത്തിയ പ്ലാസ്റ്റിക് സർജറിയാണത്. അങ്ങനെ ആ രോഗിയായ ഏലിയാസ് അമ്മയെ കൂടി കൊല്ലുകയാണ് ചെയ്യുന്നത്. അവസാന രംഗത്ത് മൂവരും മരണപ്പെട്ടതായി കാണിക്കുന്നതായിരിക്കാം. അവരുടെ അച്ഛൻ മരിച്ചിട്ടില്ല, കാരണം ആ രംഗത്ത് അച്ഛനെ കാണിക്കുന്നില്ല. കൂടുതൽ സിനിമാ കഥകളുമായി വീണ്ടും വരാം. പീസ്.